നമസ്കാരം. വിസിറ്റ് വിസ അനുവദിക്കുന്നതിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി UAE. വിസിറ്റ് വിസയ്ക്കുള്ള അപേക്ഷയ്ക്കൊപ്പം ദുബായിൽ നിന്ന് തിരികെ പോകുന്നതിനുള്ള റിട്ടേൺ ടിക്കറ്റ്, ദുബായിലെ താമസ സ്ഥലത്തിനുള്ള തെളിവ് തുടങ്ങിയവ സമർപ്പിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇതിനു പുറമെ ദുബായിലെ താമസത്തിന് ആവശ്യമായ ഫണ്ടിനുള്ള തെളിവും ഹാജരാക്കേണ്ടതായുണ്ട്. താമസ സ്ഥലത്തിന് തെളിവായി ഹോട്ടൽ ബുക്കിങ്ങോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ താമസ വിലാസമോ നൽകേണ്ടതുണ്ട്. വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് എല്ലാ രേഖകളും കൈവശമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ UAEയിലെ ട്രാവൽ ഏജന്റുമാർ സന്ദർശകരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നേരത്തെ യാത്രക്കാർ വിമാനം കയറുന്നതിന് മുൻപോ UAE വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞോ ആണ് താമസത്തിന്റെ തെളിവും മടക്ക ടിക്കറ്റുകളും 3000 ദിർഹത്തിന്റെ തത്തുല്യമായ കറൻസിയും ആവശ്യപ്പെടാറുള്ളത്. എന്നാൽ ഇപ്പോൾ അവർ വിസയ്ക്കുള്ള അപേക്ഷയോടൊപ്പം തന്നെ ഈ രേഖകൾ സമർപ്പിക്കണം എന്നാണ് വ്യവസ്ഥയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിസിറ്റ് വിസയുടെ ദുരുപയോഗം തടയുന്നതിനും വിസ കാലാവധി കഴിഞ്ഞ ശേഷം ഇവർ രാജ്യത്ത് തങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് പുതിയ നിബന്ധനകൾ. അപേക്ഷകർ UAEയിൽ തങ്ങുന്ന കാലയളവിൽ ആവശ്യമായ സാമ്പത്തിക ചെലവുകൾ വഹിക്കാൻ ശേഷിയുണ്ട് എന്ന ഉറപ്പുവരുത്തുക കൂടിയാണ് കർശനമായ ആവശ്യകതകൾ മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നതെന്ന് ട്രാവൽ ഏജന്റുമാർ അറിയിച്ചിട്ടുണ്ട്. ഈ രേഖകൾ മുഴുവൻ ഇല്ലാതെ നൽകുന്ന വിസ അപേക്ഷകൾ നിരസിക്കപ്പെടുകയാണെന്നും ഇതിനായി എല്ലാ രേഖകളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി മാത്രമേ വിസിറ്റ് വിസ അപേക്ഷ നൽകാവൂ എന്നും അറിയിച്ചിരിക്കുകയാണ്. വിസ അംഗീകാരം ഉറപ്പാക്കാൻ താമസത്തിന്റെ തെളിവുകൾ, റിട്ടേൺ ടിക്കറ്റുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ തങ്ങളുടെ സിസ്റ്റങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് ഏജന്റുമാർ അറിയിച്ചിട്ടുണ്ട്. UAEയിലേക്ക് വരുന്ന യാത്രക്കാർ 3000 ദിർഹം പണവും സാധുവായ റിട്ടേൺ ടിക്കറ്റും താമസത്തിന്റെ തെളിവും കൈവശം വയ്ക്കാൻ നിർദ്ദേശമുള്ളതായി നേരത്തെ ട്രാവൽ ഏജൻസികൾ അറിയിച്ചിരുന്നു. എന്നാൽ ഈ വ്യവസ്ഥകളാണ് കൂടുതൽ കർശനമാക്കുകയും വിസ അപേക്ഷയോടൊപ്പം തന്നെ ഇവ ഹാജരാക്കണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തിരിക്കുന്നതെന്ന് ട്രാവൽ ഏജന്റുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തിടെ അപൂർണമായ രേഖകൾ കാരണം വിസകൾ നിരസിക്കപ്പെട്ട സംഭവങ്ങൾ കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകളെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് ഇത്തരം നടപടികൾ കർക്കശമാക്കിയിരിക്കുന്നത്.